ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാഴക്കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. അതേപോലെ പലതരം വാഴകളും ഓരോ ഇനം നമ്മൾ നടേണ്ട രീതിയും അതിന് ചേർക്കേണ്ട വളങ്ങളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. വാഴക്കൃഷിക്ക് നമ്മൾ കോമൺ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് നമ്മളും ചേർക്കാറ്. നമ്മൾ കുമ്മായമൊക്കെ ചേർത്ത് ഒരുക്കിയെടുത്തിട്ടുള്ള നിലത്താണ് ഈ വാഴകൾ നമ്മൾ നട്ടു കൊടുക്കാറ്. ഇത് 2 വാഴക്കന്നുകളാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വാഴയുടെ ചുവട്ടിൽ നിന്ന് കന്നുകൾ അടർത്തി മാറ്റി ഇതേപോലെ വെട്ടിയെടുത്താണ്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും അതിൽ നിന്ന് ഇലകൾ വരാൻ തുടങ്ങുന്നുണ്ട്. ഈ മുള വരുന്നത് നല്ല വാഴക്കന്നുകളാണ്, പെട്ടെന്ന് മുളകൾ വരും. ചുവട്ടിലുള്ള വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വേണമെങ്കിൽ കുറച്ച് ചാണകവെള്ളത്തിലൊക്കെ മുക്കി ഉണക്കിയെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വെണ്ണീരിലോ മുക്കി വയ്ക്കാം. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു കന്ന് കൂടിയുണ്ട്. ഇത് നമ്മൾ മുറിച്ച് മാറ്റുകയാണ്. നമ്മൾ നടുന്ന സമയത്ത് ഒറ്റ കന്നായിട്ട് നടുക. അപ്പം വളരുമ്പം ആ ഒരൊറ്റ വാഴ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇത് നമുക്ക് അടർത്തിയെടുക്കാം. എന്നൊരു ഗ്രോ ബാഗിലോ അല്ലാതെ വെച്ചിട്ട് നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കന്ന് നമ്മൾ അടർത്തി മാറ്റിയെടുക്കുന്നുണ്ട്. ചെറിയൊരു കന്നാണ്. നല്ല പൂവൻവാഴയുടെ കന്നുകളാണ് കാണുന്നത്. ഇനി മുറിച്ച ഭാഗം നമുക്ക് കുറച്ച് വെണ്ണീരൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ഉണങ്ങിയ ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നിലത്തോ അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗിലോ വെച്ച് കൊടുത്താൽ ഇതും നല്ല രീതിയിൽ വളർന്നു വരും. നമ്മൾ വാഴക്കന്ന് നടാൻ വേണ്ടിയിട്ട് ഒരു കുഴി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കുഴിയാണ്. നമ്മൾ ഭൂപ്രകൃതി അനുസരിച്ചാണ് ഇതിന് കുഴികളെടുക്കുന്നത്. ചരിഞ്ഞ പ്രതലത്തിലാണെങ്കിൽ ആ രീതിയിലെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വയലുകളിലൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തടം കൂട്ടി അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ചരിഞ്ഞ പ്രതലമായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ 2 അടി ഹൈറ്റിൽ 2 അടി താഴ്ചയിൽ 3-4 അടി വീതിയിൽ നമ്മൾ കുഴികളെടുക്കാം. അതിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ചകിരിയൊക്കെ എടുക്കാം. ഇത്തരത്തിൽ ചകിരികളൊക്കെ നമുക്ക് വാഴക്കന്ന് വെച്ചിട്ട് സൈഡിൽ കൂടി അടുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണിലെപ്പോഴും ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. വേനൽക്കാലത്തൊക്കെ കുറച്ച് നനച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ചകിരിയാണ്. നമ്മൾ കുഴിയെടുത്ത് ചകിരിയിട്ട് മൂടിയ ഒരു ഭാഗമായിരുന്നത്. നമുക്കിതിലേക്ക് വാഴക്കന്ന് വെച്ച് കൊടുക്കാം. വാഴക്കന്ന് വെക്കുന്ന സമയത്ത് സെൻറ്ററിൽ തന്നെ വയ്ക്കാൻ നോക്കുക. ഈ രീതിയിൽ. ഇനി ചുറ്റുവട്ടം കുറച്ച് ചാണകപ്പൊടിയും വെണ്ണീരും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിട്ടിട്ട് കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ട് കുഴി മൂടരുത്. കുഴി നമ്മൾ വേര് മൂടുന്ന രീതിയിൽ മാത്രം മൂടി കൊടുത്താൽ മതി. പിന്നീട് വളങ്ങളൊക്കെ ചെയ്യുമ്പം വാഴ വലുതാകുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം. നമ്മൾ ചാണകപ്പൊടി വെണ്ണീരും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചകിരി സൈഡിലൂടെ നമ്മൾ ചകിരി ഒരു ലെയർ അടുക്കി കൊടുക്കുകയാണ്. ചകിരി ഇതേപോലെ മലർത്തിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അതിൽ ഈർപ്പം നിൽക്കാനൊക്കെ നല്ലതാണ്. പറഞ്ഞതുപോലെ വേനലായാലും മഴയിലും ഒക്കെ നമ്മുടെ വാഴയ്ക്ക് ചുവട്ടിൽ നല്ല ഈർപ്പമായിരിക്കും. ഇത് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലും ഇതേപോലെ അടുക്കി കൊടുക്കാറുണ്ട്. ഇനി മുകളിൽ കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മണ്ണ് ചുറ്റുവട്ടം കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചുവട് നല്ലവണ്ണം ചവിട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് വശം നമുക്ക് കുറച്ച് മണ്ണ് ഇതുപോലെ മാടി വെച്ചിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കുഴിയിലേക്ക് വീഴാതിരിക്കാൻ. ഈ വാഴയുടെ ചുവട് നോക്കിയാൽ അറിയാം നമ്മൾ കുറേ കന്നുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കന്നുകൾ ഉണ്ടാകുന്നതല്ലാതെ ഇത് കുലയ്ക്കാത്ത ഒരു വാഴയാണ്. വാഴയുടെ മുകൾ വശം നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകൾ മുരടിച്ചിട്ടുണ്ട്. അപ്പോൾ കേടുവന്ന ഭാഗമാണ്. കേടുവന്ന ഈ വാഴയും തൈകളും അടക്കം നമ്മൾ മുറിച്ച് മാറ്റി നശിപ്പിക്കേണ്ടതാണ്. തൊട്ടടുത്തുള്ള വാഴയും പിന്നീട് അതേപോലെ തീരാൻ സാധ്യതയുണ്ട്. ആണിപ്പൂവൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൽ കുലയ്ക്കാനായിട്ടുള്ളൊരു വാഴയായിരുന്നു. അപ്പം ഇലകൾ വരാത്തത് കാരണം വെട്ടിയപ്പോഴും ഇലകൾ വരുന്നില്ല. അപ്പം അതിൻ്റെ
തൂമ്പ് അടഞ്ഞതാണെന്ന് മനസ്സിലായി. ഇനി അത് മൊത്തം നമ്മൾ മുറിച്ച് മാറ്റുകയാണ്. ഈ വാഴകളൊക്കെ നമുക്ക് കന്നുകൾ മാറ്റി നടാനുള്ള വാഴകളാണ്. ഇപ്പോൾ ഒന്നിൽ കുല വന്നിട്ടുണ്ട്. നമുക്ക് ഒരു വാഴക്കന്ന് കൂടി നടാനുണ്ട്. അതുകൂടി ഒന്ന് നടാൻ വേണ്ടിയുള്ള സ്ഥലം നോക്കുകയാണ്. നമ്മൾ നല്ല വെയിലുള്ള ഭാഗം നോക്കി സെലക്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. വാഴ അത്യാവശ്യം താഴ്ചയിൽ നടുകയാണെങ്കിൽ നമ്മൾ കാറ്റത്തൊന്നും മറയില്ല. ഇല്ലെങ്കിൽ നമ്മൾ ചുവടിൽ മണ്ണില്ലാതെ വാഴ മറഞ്ഞു പോവും കുലയ്ക്കാൻ നേരത്ത്. അതുകൊണ്ട് അത്യാവശ്യം താഴ്ചയിൽ വെക്കുക. അതേപോലെ കുറച്ച് ചകിരിയൊക്കെ എടുത്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണിലൊക്കെ നമുക്ക് ഈ വാഴക്കന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു വാഴക്കന്ന് നടാൻ നമുക്ക് ഇത്രയും മതിയാവും. നമ്മൾ ചാണകപ്പൊടിയും വെണ്ണീരും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് കൊട്ടയുടെ ഏകദേശം 1/4 ഭാഗത്തോളം നമുക്ക് എടുത്ത് കുഴിയിലിട്ട് കൊടുക്കാം. കന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചുറ്റും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വളങ്ങൾ തട്ടി കൊടുക്കാം. ഉണങ്ങിയ കരിയിലകൾ ഉണ്ടെങ്കിൽ, അതേപോലെ നല്ല കറുത്ത മണ്ണൊക്കെ ആണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ വാഴ തഴച്ച് വളർന്നു കിട്ടും. ഇനി കുറച്ച് ചകിരിത്തോണ്ടിട്ടിട്ട് ചൂടുവശം ഒന്ന് മണ്ണിട്ട് ചവിട്ടി ഉറപ്പിക്കണം. വാഴയ്ക്ക് ചുറ്റും കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഏത് വാഴയാണെങ്കിലും ഈ രീതിയിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും. നമ്മുടെ കുലയ്ക്കാറായിട്ടുള്ള ഒരു പൂവൻ വാഴയാണ്. തൊട്ടടുത്തുള്ള മരത്തിലേക്കൊന്ന് പിടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ആണിപ്പൂവനാണ്. ഇത് വാഴകൾ കുലയ്ക്കാറായിട്ടുണ്ട്. അവിടെ കുലച്ച വാഴയാണ്. ആണിപ്പൂവനാണ്. ആണിപ്പൂവൻ, ഞാലിപ്പൂവൻ എന്നൊക്കെ പറയുന്ന വാഴ. ആണിപ്പൂവൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതേപോലെ നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വളരും. ചുവട്ടിലെ മണ്ണ് നല്ല ഇളക്കം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തഴച്ച് വളരുന്നതാണ് വാഴ. ഈ ഒരു വാഴ വെണ്ണീപ്പൂവൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പൂവൻ വാഴയിൽ തന്നെ ഏകദേശം പാകമായി വരുന്നുണ്ട്. ഒരു 2 ആഴ്ചയോടും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകമായി കിട്ടും. വലിയ വാഴയാണ്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. കുന്നൻ വാഴ എന്ന് പറയും. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതിൻ്റെ വാഴക്കായ് അരിഞ്ഞ് ഉണക്കി അതിൻ്റെ പൊടി കുറുക്കാക്കി കൊടുക്കാറുണ്ട്. കുന്നൻ വാഴയുടെ ഒരു വെറൈറ്റി. ഇതിന് കന്നുകൾ മാറ്റി നടാനുണ്ട്. അതിൽ നമ്മുടെ സാധാരണ മൈസൂർ വാഴയാണ്. മൈസൂർ കുല ഉണ്ടാകുന്ന വാഴ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.